ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക്. തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരപരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ 12 സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം. 2 കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി. 5 കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400070048 9447175048. കാളിയാറോഡ് നേർച്ച ആഘോഷങ്ങൾക്കിടെ പ്രദേശം ഇരുട്ടിലാഴ്ത്തി ചേലക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ. പ്രതിഷേധവുമായി വാർഡ് മെമ്പറും നാട്ടുകാരും രംഗത്തെത്തിയ വാർത്ത കാണാം. ചേലക്കര കാളിയാറോഡ് പള്ളിയിലെ വിശ്വപ്രസിദ്ധമായ നേർച്ചാഘോഷങ്ങൾ നടക്കാനിരിക്കെ വഴിവിളക്കുകൾ തെളിക്കാതെ അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധം പുകയുന്നു. നേർച്ചയോടനുബന്ധിച്ച് 10,000-കണക്കിന് ഭക്തജനങ്ങളും വാഹനങ്ങളും എത്തുന്ന കാളിയാറോഡും സമീപ പ്രദേശങ്ങളും മാസങ്ങളായി ഇരുട്ടിലാണ്. വാർഡ് മെമ്പർ ബൽക്കീസയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും KECBയ്ക്കും സ്ട്രീറ്റ് ലൈറ്റ് ഗ്രീവൻസ് സെല്ലിനും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായാണ് നേർച്ചാഘോഷവേളയിൽ പ്രദേശം ഇത്തരത്തിൽ ഇരുട്ടിലാകുന്നതെന്ന് വാർഡ് മെമ്പർ ബൽക്കീസ പറഞ്ഞു. ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 11ാം വാർഡിന്റെ മെമ്പറുമാണ്. എൻ്റെ പേര് ബൽക്കീസ എന്നാണ്. നാളിതുവരെയായിട്ടും ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ഈ വാർഡിൽ മാത്രം വഴിവിളക്കിടാൻ സാധിച്ചിട്ടില്ല. കാരണം എന്ന് പറയുന്നത് മെയിൻ റോഡ് മാത്രം ഇട്ട് പോയി എന്ന് അറിയിച്ചു. വാർഡ് മെമ്പർ എന്ന രീതിയിൽ എന്നെ വിളിക്കുകയോ പറയുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ 19-ാം തീയതി കേസ്മാർട്ട് വഴി അപേക്ഷ മെമ്പർ ലെറ്റർ പാഡിൽ എഴുതി സെക്രട്ടറിക്ക് കൊടുക്കുകയും ഒരു നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല 10-ാം തീയതി നടന്ന ഗ്രാമസഭയിൽ ജനങ്ങൾ മെയിനായിട്ട് പറഞ്ഞത് വഴിവിളക്കില്ല എന്നുള്ളൊരു ഇതാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ നേർച്ച തലേ ദിവസമായി. നാളിതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അത് ഉത്തരവാദിയല്ല എന്നും കൂടിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ വാർഡിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ആളുകൾ വിളിക്കുക, വഴിവിളക്കിടാത്ത കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇത് സാധിക്കാത്തതിൻ്റെ കാരണം ഇതാണ്, ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ഭരിക്കുന്ന സമയത്ത് നാളിതുവരെയായിട്ടും കാളിയാറോഡ് നേർച്ചയുടെ തലേദിവസം ഒരു ലൈറ്റ് ഇല്ലാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് വാർഡിൽ വഴിവിളക്കില്ലാത്തൊരു നേർച്ച. എന്തായാലും നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ടെങ്കിലും വഴിവിളക്കിടാൻ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാവുമെന്ന് മാത്രം ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ കടുത്ത അനാസ്ഥയാണിതെന്നും നേർച്ചയ്ക്ക് മുൻപെങ്കിലും വിളക്കുകൾ തെളിയിക്കാൻ അധികൃതർ തയ്യാറാകേണ്ടതായിരുന്നെന്നും അവർ പറഞ്ഞു. ആഴ്ചകൾക്ക് മുൻപ് നടന്ന അവലോകന യോഗത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ ഉറപ്പു നൽകിയിരുന്നെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ലൈറ്റ് ഒന്നും കത്തണില്ല, ലൈറ്റ് ഇടണം, ലൈറ്റ് കത്തിക്കണം. പിന്നെ ലൈറ്റ് ആണെങ്കിലും നടക്കാൻ പറ്റില്ല, കാടൊക്കെയാണ് അവിടെ. പഞ്ചായത്തിൻ്റെ വഴിയാന്ന് പറഞ്ഞിട്ടില്ല, കാട് പിടിച്ച് കിടന്നാൽ ഒരു രക്ഷയില്ല. പള്ളിപ്പരിസരം മാത്രമല്ല, കാളിയാറോഡിനോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളും കടുത്ത ഇരുട്ടിലാണ്. വന്യമൃഗശല്യം രൂക്ഷമായ ഈ മേഖലയിൽ തെരുവു വിളക്കുകൾ തെളിയാത്തത് ജനങ്ങളുടെ സുരക്ഷയെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഉത്സവവേളയിലെങ്കിലും ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് വിളക്കുകൾ സ്ഥാപിക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ വലിയ അമർഷമാണ് ഉയരുന്നത്.